ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് പുതിയൊരു ഹെഡ്സ് ഓഫ് ഇൻകം, അതായത് ഇൻകം ടാക്സിലെ ഫോർത്ത് ഹെഡ്സ് ഓഫ് ഇൻകം ഒന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള 5 ഹെഡ്സ് ഓഫ് ഇൻകമാണ് ഇൻകം ടാക്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി, ദെൻ സെക്കൻഡ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് വൺ ബിസിനസ് ഓർ പ്രൊഫഷൻ, ആൻഡ് ഫോർത്ത് വൺ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഓർ ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് സെക്ഷൻ 45 ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതിന് നമ്മൾ പറയുന്നുണ്ട്, ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഗെയിൻ, അതിന് നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട് ഇൻകം ടാക്സിൽ. ഈ ഹെഡിൽ ഒരു ഐറ്റം ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ അസറ്റ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് there should exist a capital asset. ഒരു പെർട്ടിക്കുലർ ഇൻകം ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം എന്തുണ്ടായിരിക്കണം? there should exist a capital asset. അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. then സെക്കൻഡ് പോയിന്റ് പറയുന്നത് that particular asset should be transferred from one person to another person. ആ ഒരു പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റ്, ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. വിത്ത് കൺസിഡറേഷൻ ആയിരിക്കണം, വിത്തൗട്ട് കൺസിഡറേഷൻ ആവരുത്. വിത്ത് കൺസിഡറേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ അസറ്റ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ്, ഗെയിൻ ഓർ ലോസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ. അത് നമുക്ക് ആ ഒരു ട്രാൻസ്ഫറിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് ലാഭമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കാം. ഈ 3 പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇൻകം ടാക്സിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ ഒരു ഐറ്റം ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് പരിഗണിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് there should exist a capital asset. അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് that particular asset should be transferred from one person to another person. ആ അസറ്റിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം വിത്ത് മോണിറ്ററി ഓർ കൺസിഡറേഷൻ ആയിരിക്കണം. ദെൻ തേർഡ് വൺ, അതിൽ നിന്നും ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഗെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. ദെൻ ഇനി ഇതിൽ ഫസ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ഇൻക്ലൂഡ്സ് നമ്മൾ വരുന്ന എല്ലാ അസറ്റുകളും, ദാറ്റ് ഈസ് ഫിക്സഡ്, ഫ്ലോട്ടിംഗ്, മൂവബിൾ, immovable, tangible, intangible, etc. ഇതെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ വരുന്നതാണ്. ക്യാപിറ്റൽ അസറ്റിൽ വരുന്ന ഫിക്സഡ് അസറ്റുകൾ ഫ്ലോട്ടിംഗ്, മൂവബിൾ, ഇമ്മൂവബിൾ, ഫിക്സഡ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ വരുന്നതാണ്. ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റുകൾ എന്ന് പറയുന്നു. ഇനി ഇതിൽ ചില എക്സംഷൻസ് പറയുന്നുണ്ട്. ഇവയൊന്നും ക്യാപിറ്റൽ അസറ്റുകളല്ല, ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ക്യാപിറ്റൽ അസറ്റുകളല്ല. അതിൽ പറയുന്നത് നമ്മൾ റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്യൂമബിൾ പർപ്പസ്, ഏതെങ്കിലും റോ മെറ്റീരിയൽസ് കൺസ്യൂമബിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, സ്റ്റോക്കിംഗ് ട്രേഡുകൾ, ഇവയെല്ലാം നമ്മൾ, അതേപോലെ തന്നെ പേഴ്സണൽ എഫക്റ്റുകളെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പേഴ്സണൽ എഫക്ട്സ് ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്യൂമബിൾ പർപ്പസ്, സ്റ്റോക്കിംഗ് ട്രേഡ്, അതുപോലെ പേഴ്സണൽ എഫക്ട്സ്. ഈ ഭാഗം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം ഇവയെല്ലാം ഫിക്സഡ് അസറ്റ് ആവാം, ഫ്ലോട്ടിംഗ് ആവാം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം. ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റുകൾ എന്ന് പറയുന്നു. ഇനി അത് സർട്ടൻ എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ എക്സംഷൻസ് ആണ് പറയുന്നത്, ഏതെങ്കിലും അസറ്റുകൾ, സ്റ്റോക്കിംഗ് ട്രേഡുകൾ, അതല്ലെങ്കിൽ കൺസ്യൂമബിൾ പർപ്പസിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അതുപോലെ പേഴ്സണൽ എഫക്റ്റുകളെല്ലാം ഇതിൽ നിന്നും എക്സംപ്റ്റഡ് ആണ് എന്ന് പറയുകയാണ്. ഈ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് എഗെയിൻ ഒരു എക്സംഷൻ വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഈ ഇനി പറയുന്ന പേഴ്സണൽ എഫക്റ്റുകളെ ക്യാപിറ്റൽ അസറ്റിൻ്റെ എക്സംഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. എക്സംഷനിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. ഈ പേഴ്സണൽ എഫക്റ്റുകൾ എക്സംപ്റ്റഡ് ആണ്, പക്ഷെ ചില പേഴ്സണൽ എഫക്റ്റുകളെ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അവയാണ് പറയുന്നത് ജ്വല്ലറി യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്, ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, നമ്മൾ ഏതെങ്കിലും പെയിൻറ്റിങ്സുകൾ, ഡ്രോയിങ്സുകൾ, സ്ട്രക്ചേഴ്സുകൾ, ഇതെല്ലാം ഉള്ളത് പേഴ്സണൽ
എഫക്റ്റുകളാണ്, പക്ഷേ ഇവയെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നോർമൽ കേസസിൽ പേഴ്സണൽ എഫക്റ്റുകളൊന്നും ക്യാപിറ്റൽ അസറ്റുകളല്ല. നമ്മൾ ഏതെങ്കിലും അസറ്റുകൾ, ഇപ്പോൾ ടി വി, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, ഇതൊക്കെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതൊന്നും ക്യാപിറ്റൽ അസറ്റായിട്ട് ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇതിൽ നിന്ന് എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം, ദാറ്റ് ഈസ് ജ്വല്ലറി ഫോർ പേഴ്സണൽ യൂസ്, പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഗെയിന്, നമ്മളിപ്പോൾ ഏതെങ്കിലും എക്സിബിഷൻസ് ഒക്കെ ചെയ്യാറില്ലേ, ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിന്, ഇതിനെല്ലാം നമ്മൾ ക്യാപിറ്റൽ അസറ്റിൽ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമൽ കേസുകളിൽ ഫിക്സഡ്, ഫ്ലോട്ടിംഗ്, മൂവബിൾ, ഇമ്മൂവബിൾ ഇതെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ വരുന്നവയാണ്. അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ളതാണ് പറയുന്നത് റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്യൂമബിൾ പർപ്പസ്, സ്റ്റോക്കിംഗ് ട്രേഡ്, പേഴ്സണൽ എഫക്റ്റുകൾ. പേഴ്സണൽ എഫക്റ്റുകളൊന്നും ക്യാപിറ്റൽ അസറ്റുകളല്ല. ടി വി, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, കമ്പ്യൂട്ടർ ഫോർ പേഴ്സണൽ യൂസ് എക്സെട്ര. ബട്ട് എക്സംഷൻസ്, അതിനും ആ റൂളിനും ഒരു എക്സംഷൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ജ്വല്ലറീസ്, പെയിൻറ്റിങ്സുകൾ, സ്കൾപ്ചേഴ്സുകൾ, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്. ഇവയെല്ലാം ക്യാപിറ്റൽ അസറ്റിൽ വരുന്നവയാണ്. ഇനി ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ക്യാപിറ്റൽ അസറ്റുകളെ can be categorized into two. Short-term capital asset. Second one, long-term capital asset. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിനെ STCA എന്ന് പറയുന്നു. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനെ LTCA എന്ന് പറയുന്നു. Capital asset can be categorized for income tax purpose. Is first one short term capital asset, then second one long term capital asset. Then what you mean by short term capital asset? STCA. Any asset held by an assessee for not more than 36 months. ഒരു അസറ്റ് ഒരു അസസി കൈവശം വയ്ക്കുന്നത് 36 മാസങ്ങൾക്കുള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകം അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അസറ്റുകളെയാണ് ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ 36 മന്ത്സ് ആയിരിക്കണം. പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. 36 മാസങ്ങൾ. ഹെൽഡ് ബൈ എൻ അസസി ഫോർ നോട്ട് മോർ ദാൻ 36 മന്ത്സ്. 36 മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ കേസുകൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് ഓർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസുകളാണെങ്കിൽ, ബോണ്ടുകളാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് 36 മന്ത്സ് ഇറ്റ് ഈസ് 12 മന്ത്സ്. അത് 36 മാസങ്ങൾക്ക് പകരം 12 മാസമാണ്. 3 വർഷത്തിന് പകരം 1 വർഷത്തിനുള്ളിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോർമലി 36 മന്ത്സ് ആണ്. അത് ഷെയർ, ഡിബഞ്ചർ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ 12 മന്ത്സ്, വിത്തിൻ 12 മന്ത്സ്. മറ്റതാണെങ്കിൽ വിത്തിൻ 36 മന്ത്സ്. ഒരു അസറ്റ്, നമ്മുടെ ഒരു എ എന്നുള്ളൊരു പേഴ്സൺ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, 3 മാസത്തിനുള്ളിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ ആ അസറ്റിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേ പേഴ്സൺ തന്നെ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റിയോ ഷെയറോ ആണെങ്കിൽ അത് 36 മന്ത്സിന് പകരം ഒരു 1 ഇയർ ആണ് കൈവശം, 1 ഇയറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവയെയും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. Then long term capital asset means any asset held by an assessee for more than 36 months. 36 മാസങ്ങൾക്ക് ശേഷമാണ് കൈമാറ്റം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവയെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. അത് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ മോർ ദാൻ 12 മന്ത്സ്, 1 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ചതിന് ശേഷമാണ് ഷെയറോ ഡിബഞ്ചറോ കൈമാറ്റം ചെയ്യുന്നത്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് കൈമാറ്റം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവയെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. ഇതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. LTCA ആൻഡ് LTCA. STCA means short term capital asset, LTCA means long term capital asset. ഇതാണ് ഒരു ഫസ്റ്റ് പോർഷൻ ക്യാപിറ്റൽ ഗെയിൻ്റെ പറയുന്നത്. ക്യാപിറ്റൽ അസറ്റിൽ ഇപ്പോൾ പറഞ്ഞു 3 പോയിന്റ്സ് ആണ്. ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം, അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, അതിൽ നിന്ന് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആയിരിക്കണം റിസൾട്ട്. ദെൻ ക്യാപിറ്റൽ അസറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, എന്താണ് ക്യാപിറ്റൽ അസറ്റുകൾ, അതിൽ നിന്ന് ഒഴിവാക്കിയവ ഏതൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ ക്യാപിറ്റൽ അസറ്റുകളുടെ കാറ്റഗറൈസേഷനാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. സോ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു.